എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്കൊരു സിമ്പിൾ പേപ്പർ ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ കുട്ടികൾക്ക് ഒരു ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്രാഫ്റ്റാണ്. ആദ്യം തന്നെ ഒരു പേപ്പർ എടുക്കുന്നുണ്ട്. ഗ്രീൻ കളർ പേപ്പറാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് പകുതിക്ക് വെച്ച് മടക്കുന്നുണ്ട്. A4 സൈസാണ് എടുക്കുന്നത്. എന്നിട്ട് നമ്മളൊരു 1 സെൻറ്റിമീറ്റർ ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് മടക്കാത്ത ഭാഗത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മടക്കിയ ഭാഗത്തുനിന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ പേപ്പർ ഒന്ന് തുറന്നെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് തിരിച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലെ ഒന്ന് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇത് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലത്തെ ഒരു കുഞ്ഞു പേപ്പർ കപ്പ് അല്ലെങ്കിൽ നമുക്ക് ടിഷ്യൂ പേപ്പർ റോളില്ലേ അതും എടുക്കാം. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കണം, ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമ്മൾ വീണ്ടും ഒരു ഗ്രീൻ പേപ്പറും കൂടെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ഈ ഒരു പേപ്പർ കപ്പിൻ്റെ പുറത്തും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിനെ മൊത്തമായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു കുട്ടി പ്ലാന്റ് കിട്ടും. ഇനി നമ്മൾ കുറച്ച് കളർ പേപ്പേഴ്സ് എടുക്കുന്നുണ്ട്. 4 സെൻറ്റിമീറ്റർ സ്ക്വയേഴ്സ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അതിനെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. മടക്കി കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു എഡ്ജ് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്കിത് ഫ്ലവർ ഷേപ്സ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറേ ഫ്ലവേഴ്സ് റെഡിയാക്കി എടുക്കണം. ഇനി നമ്മൾ വീണ്ടും കളർ പേപ്പേഴ്സിന് കുറച്ച് സർക്കിൾസും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഈ ഫ്ലവേഴ്സിൻ്റെ മിഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഓരോ ഫ്ലവേഴ്സും ഈ ഓരോ ഗ്രീനിൻ്റെ മേലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് അത്രയും ഒട്ടിച്ചു കൊടുക്കാം. ഇത് നല്ല രസമാണ് ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടിയിട്ട്. കാരണം ഇതിങ്ങനെ മൂവ് ആവും, കാറ്റടിക്കുമ്പോൾ ഒക്കെ ഈ ഒരു ലീഫ് മൂവ് ആവുന്ന പോലെ ഇതിങ്ങനെ മൂവ് ആവും. ഇപ്പോൾ ടേബിൾ ഡെക്കോറായിട്ടൊക്കെ വയ്ക്കാനും ഒക്കെ നല്ലതാണ്. അതുപോലെ ഗിഫ്റ്റ് ഐഡിയ ആയിട്ട് നമുക്ക് ടീച്ചേഴ്സ് ഡേ ഒക്കെ വരുന്നുണ്ടല്ലോ, ഗിഫ്റ്റായിട്ട് കൊടുക്കാനും ഒക്കെ പറ്റും. അപ്പം വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.